ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സീതാറാമാഭ്യാം നമഃ. ഈ ഒളിച്ചിരുന്ന് ഒരു മരത്തിന്റെ മറവിൽ നിന്ന് അതിശക്തനായൊരു രാജാവിനെ വധിക്കുക, അതും സ്വന്തം സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം. കേൾക്കുമ്പോൾ തന്നെ എന്താ പറയാ, ഈ ആധുനിക പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയിലെ രംഗം പോലെ തോന്നും. അതെ, കൃത്യമായി അങ്ങനെ തന്നെ തോന്നും നിങ്ങൾക്ക്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമോ എന്ന വലിയ ധാർമ്മിക ചോദ്യം ഉയർത്തുന്നൊന്നാണ് കർക്കിടക രാമായണ മാസത്തിലെ 19ാം ദിവസത്തെ വായനയായ കിഷ്കിന്ധാകാണ്ഡത്തിലെ ഈ ഭാഗം. ശരിയാണ്, വളരെ നിർണായകമായൊരു ഭാഗമാണിത്. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പുതിയൊരു സഖ്യം കെട്ടിപ്പടുക്കുന്നത് എന്നും ആ പ്രതിസന്ധി ഘട്ടത്തിൽ മാനസികമായും ശാരീരികമായും നമ്മൾ എങ്ങനെ നിലനിൽക്കണമെന്നുമാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ കിഷ്കിന്ധാകാണ്ഡം രാമായണത്തിന്റെ ഹൃദയഭാഗമാണെന്ന് തന്നെ പറയാം. കാരണം ഇവിടെയാണ് കഥയുടെ ഗതി പൂർണ്ണമായും മാറുന്നത്. അയോധ്യയിലെ ആ രാജകുമാരനായ രാമൻ സകലതും നഷ്ടപ്പെട്ട അലയുന്ന സമയമല്ലേ? അതെ, ഭാര്യയെയും വേർപിരിഞ്ഞ് കാട്ടിലൂടെ അലയുന്നൊരവസ്ഥ. അവിടെ വെച്ചാണ് സുഗ്രീവനുമായുള്ള ആ ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ച നടക്കുന്നത്. ആ ഹനുമാൻ മുഖേന കണ്ടുമുട്ടുന്ന സംഭവം. അതെ, ഹനുമാൻ മുഖേന അവർ കണ്ടുമുട്ടുകയും ഈ അഗ്നിയെ സാക്ഷിയാക്കി അവർ മിത്രങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇതിനെ വെറുമൊരു കഥയിലെ വഴിതിരിവായി മാത്രം നിങ്ങൾ കാണരുത്. അതൊരു വലിയ സഖ്യത്തിന്റെ തുടക്കമാണ്. കൃത്യമായി പറഞ്ഞു. തികച്ചും വ്യത്യസ്തരായ രണ്ടുപേർ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സഖ്യങ്ങളിലൊന്ന് രൂപീകരിക്കുന്നത് എന്നതിന്റെ ഒരു മനഃശാസ്ത്രം കൂടിയാണിത്. ഈയൊരു സഖ്യം രൂപപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ബന്ധങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ എനിക്ക് തോന്നുകയാണ്. തീർച്ചയായും അത് വളരെ പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ ഈ കോർപ്പറേറ്റ് ലോകത്തും മറ്റും നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതായത് എനിക്ക് നിന്നെക്കൊണ്ട് എന്ത് പ്രയോജനം, നിനക്ക് എന്നെക്കൊണ്ട് എന്ത് നേട്ടം എന്ന് കണക്ക് കൂട്ടിയുണ്ടാക്കുന്ന ബന്ധങ്ങൾ. വെറുമൊരു കൊടുക്കൽ വാങ്ങൽ രീതി. അതെ, ഇതൊരു വ്യവഹാരമാണ്, ഒരു ട്രാൻസാക്ഷൻ. എന്നാൽ രാമനും സുഗ്രീവനും തമ്മിലുള്ള ആ സഖ്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണല്ലേ? കാരണം അവർക്കിടയിൽ പരസ്പരം നൽകാൻ അപ്പോൾ അധികാരമോ പണമോ സൈന്യമോ ഒന്നുമില്ലായിരുന്നു. അതുതന്നെയാണ് ഈ സൗഹൃദത്തിന്റെ കാതൽ. ഇത് കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഫോൺ കോണ്ടാക്റ്റുകളോ അല്ലെങ്കിൽ ആ ലിങ്ക്ഡിൻ കണക്ഷനുകളോ എടുത്തു നോക്കിയാൽ, നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോ സമ്പത്തോ എല്ലാം നഷ്ടപ്പെട്ടാൽ അതിലെത്ര പേർ നിങ്ങളുടെ കൂടെ നിൽക്കും? വളരെ വളരെ ചുരുക്കം പേരെ കാണൂ. അതെ, രാമനും സുഗ്രീവനും പരസ്പരം സുഹൃത്തുക്കളാകുന്നത് അവർ ശക്തരായിരുന്നപ്പോഴല്ല, മറിച്ച് അവർ രണ്ടുപേരും ഏറ്റവും ദുർബലരായിരുന്നപ്പോഴാണ്. രാമന് രാജ്യം നഷ്ടപ്പെട്ടു, സീതയെ രാവണൻ അപഹരിച്ചു. മറുവശത്ത് സുഗ്രീവന്റെ അവസ്ഥയും ഏതാണ്ട് സമാനമാണ്. അതെ, സ്വന്തം ജ്യേഷ്ഠനായ ബാലി സുഗ്രീവനെ രാജ്യത്ത് നിന്ന് ആട്ടിയൊടിക്കുകയും ഭാര്യയായ രുമയെ അപഹരിക്കുകയും ചെയ്തു. രണ്ടുപേരും അനുഭവിക്കുന്നത് ഒരേ വേദനയാണ്. അപ്പോൾ ആ ഒരു വേദനയാണ് അവരെ ഒന്നിപ്പിക്കുന്നത്. കൃത്യമായി. സമാനമായ ഈ ദുഃഖം പങ്കുവെക്കുമ്പോൾ അവിടെ ഉടലെടുക്കുന്നത് കേവലം ഒരു നെറ്റ്വർക്കിംഗ് അല്ല, മറിച്ച് വളരെ ആഴത്തിലുള്ള സഹാനുഭൂതിയാണ്. ഒരു വലിയ എമ്പത്തി. നിന്റെ വേദനയുടെ ആഴം എനിക്ക് മനസ്സിലാകും എന്ന ഒരു തിരിച്ചറിവ്. അതായത് പരസ്പരം പങ്കുവയ്ക്കുന്ന ഈ വേദനയാണ് അവരെ ഒന്നിപ്പിക്കുന്നത്, അല്ലാതെ പരസ്പരമുള്ള ആവശ്യങ്ങളല്ല. വളരെ മനോഹരമായ ഒരു ഉൾക്കാഴ്ചയാണത്. തീർച്ചയായും. എന്നാൽ ഈ സൗഹൃദം അരക്കിട്ടുറപ്പിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. സുഗ്രീവന് നൽകിയ വാക്കു പാലിക്കാൻ വേണ്ടി ശ്രീരാമൻ ബാല്യവധിക്കുന്നൊരു രംഗമുണ്ട്, ബാലിവധം. അതെ, രാമായണത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഭാഗം. ഇവിടെ ഒരു വലിയ ധാർമ്മിക പ്രശ്നമുണ്ട്. രാമൻ എന്നത് ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ്. എന്നാൽ ആ രാമൻ നേരിട്ട് യുദ്ധം ചെയ്യാതെ ഒരു മരത്തിന്റെ പുറകിലൊളിച്ചിരുന്ന് അമ്പെയ്ത് ബാലിയെ വധിക്കുന്നത് ശരിയാണോ? ആർക്കും തോന്നാവുന്നൊരു സംശയമാണിത്. ഇത് രാമന്റെ ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്നൊരു സംശയം കേൾക്കുന്ന നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഈ ചോദ്യം നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഒറ്റനോട്ടത്തിൽ ആർക്കും അങ്ങനെ തോന്നും, പുറകിൽ നിന്ന് ആക്രമിക്കുന്നത് അധർമ്മമാണെന്ന്. അതെ, സ്വാഭാവികമായും അങ്ങനെയാണല്ലോ തോന്നുക. എന്നാൽ നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി സൂക്ഷ്മമായ തലങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത്, ഒന്നാമതായി ബാലി ചെയ്ത തെറ്റെന്താണെന്ന് നോക്കാം. സ്വന്തം അനുജന്റെ ഭാര്യയെ അപഹരിച്ച ആ സംഭവം. അതെ,
സ്വന്തം അനുജനായ സുഗ്രീവന്റെ ഭാര്യയെ അപഹരിക്കുക എന്നത് അക്കാലത്തു മാത്രമല്ല, ഏത് കാലത്തും ക്ഷമിക്കാൻ കഴിയാത്ത മഹാപാപമാണ്. അതൊരു കൊടും ക്രൂരതയാണ്. ധർമ്മശാസ്ത്രപ്രകാരം ബാലി അവിടെ വധശിക്ഷ അർഹിക്കുന്നൊരു കുറ്റവാളിയാണ്. ഒരു നിമിഷം, ബാലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിക്കാം. ബാലി ഒരു കുറ്റവാളിയാണെന്നും ഇരിക്കട്ടെ. പക്ഷെ രാമൻ നേരിട്ട് പോരാടേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ഒളിവിലിരുന്ന് അമ്പെയ്യുന്നത് രാമനെ പോലൊരു ഉത്തമ പുരുഷന് ചേർന്നതാണോ? അതൊരു തെറ്റായ മാതൃകയല്ലേ സമൂഹത്തിന് നൽകുന്നത്? ഇവിടെയാണ് നമ്മൾ ആപദ്ധർമ്മം അഥവാ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ബാലിക്ക് ഒരു പ്രത്യേക വരമുണ്ടായിരുന്നു എന്നത് ഓർക്കുക. എന്തോ പകുതി ശക്തി കിട്ടുന്ന വരം അല്ലേ? കൃത്യമായി പറഞ്ഞു. തന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവന്റെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കുമെന്നതായിരുന്നു ആ വരം. നമുക്കതിനെ ഇന്നത്തെ ഒരു സാഹചര്യവുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ഇതൊരു മോഡേൺ കോർപ്പറേറ്റ് യുദ്ധമാണെന്ന് കരുതുക. അതൊരു നല്ല ഉദാഹരണമായിരിക്കും. എതിരാളിയുടെ സീക്രട്ട് ഡേറ്റ മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു അൽഗോരിതമാണ് ബാലിയുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ ഒരു കമ്പനിയെ മുഴുവനായി വിഴുങ്ങുന്ന ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ പോലെ ഒരു കഴിവ്. അപ്പോ അവിടെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്താൽ പരാജയം ഉറപ്പാണ്. അതെ. രാമൻ അവിടെ തന്റെ ഈഗോ മാറ്റിവെക്കുകയാണ്. ഞാൻ വലിയൊരു യോദ്ധാവാണെന്ന ആ അഹങ്കാരമില്ലാതെ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സുഗ്രീവന് രാമൻ നൽകിയ വാക്കാണ്. എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന വാക്ക്. എന്തു വില കൊടുത്തും സുഗ്രീവനെ സംരക്ഷിക്കുമെന്നും ബാലിയെ വധിക്കുമെന്നും രാമൻ അഗ്നിസാക്ഷിയായി സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീതി നടപ്പിലാക്കുക, ഒപ്പം തന്നെ ഒരു സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കുക, ഇത് രണ്ടും കൂടിച്ചേരുന്നൊരു സങ്കീർണമായ അവസ്ഥ. അതെ. ഒരു സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കുക എന്നത് സ്വന്തം ജീവനേക്കാൾ വലുതായി കാണുന്നൊരു മൂല്യബോധം അവിടെയുണ്ട്. ധർമ്മം പലപ്പോഴും ഈ കറുപ്പും വെളുപ്പും കലർന്നതല്ല, അതിൽ ഒരുപാട് ഗ്രേ ഏരിയകളുണ്ട്. ശരിയാണ്, നമ്മൾ വിചാരിക്കുന്നത്ര ലളിതമല്ല കാര്യങ്ങൾ. തീർച്ചയായും. അന്നാ വലിയൊരു ധർമ്മം സ്ഥാപിക്കാൻ, അതായത് നീതി നടപ്പിലാക്കാനും സമൂഹത്തെ ഒരു കൊടും ക്രൂരനിൽ നിന്ന് രക്ഷിക്കാനും ചിലപ്പോഴിത്തരം സ്റ്റെൽത്ത് അഥവാ ഒളിഞ്ഞുള്ള രീതികൾ സ്വീകരിക്കേണ്ടിവരും. ഒരു സുഹൃത്തിന് നൽകിയ വാക്ക് ഏത് പ്രതിസന്ധിയിലും പാലിക്കണം എന്ന അചഞ്ചലമായ തീരുമാനമാണ് രാമനെക്കൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന് നിർവചിക്കുന്ന ഒരു പഴയ സംസ്കൃത ശ്ലോകം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ സൗഹൃദത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായി പറയുന്ന മറ്റൊരു ശ്ലോകമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ ഉത്സവത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള ആ ശ്ലോകം. അതെ. ഉത്സവേ വ്യസനേ ചൈവ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം നമുക്കതൊന്ന് വിശദമായി നോക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും. വളരെ പ്രശസ്തമായ ആ ശ്ലോകം ഇങ്ങനെയാണ്. ഞാൻ ചൊല്ലാം. ചൊല്ലിക്കോളൂ. ഉത്സവവേ വ്യസനേ ചൈവ ദുർഭിക്ഷേ ശത്രുസങ്കടേ രാജദ്വാരേ ശ്മശാനേ ച യസ്തിഷ്ഠതി സ ബാന്ധവഃ. ഇതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ സംസാരിച്ച ആ എമ്പതിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. അതെ, ആദ്യത്തെ വരി പറയുന്നത് ഉത്സവേ വ്യസനേ ചൈവ എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളുണ്ടാകുമ്പോൾ, ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. എന്നാൽ വ്യസനെ, അതായത് വലിയ ദുഃഖം വരുമ്പോഴും ഒപ്പം നിൽക്കുന്നവനാണ് സുഹൃത്ത്. ശരിയാണ്. തുടർന്ന് പറയുന്നത് ദുർഭിക്ഷേ ശത്രുസങ്കടേ എന്നാണ്. ദുർഭിക്ഷമെന്നാൽ ദാരിദ്ര്യമോ ക്ഷാമമോ നേരിടുന്ന കാലം. പണവും പ്രതാപവും നഷ്ടപ്പെട്ട് നമ്മൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവൻ. അതുപോലെ ശത്രുക്കളിൽ നിന്ന് വലിയൊരു അപകടമുണ്ടാകുമ്പോഴും ഒപ്പം നിൽക്കുന്നവൻ. രാമനും സുഗ്രീവനും ചെയ്തത് അതുതന്നെയാണല്ലേ? അതെ. സുഗ്രീവന് ബാലി എന്ന ശത്രുവിൽ നിന്ന് ഭയമുണ്ടായപ്പോൾ രാമൻ കൂടെ നിന്നു. രാമന് രാവണനിൽ നിന്ന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ സുഗ്രീവൻ കൂടെ നിന്നു. അതിലെ അടുത്ത വരി കൂടി വളരെ പ്രസക്തമാണ്. രാജദ്വാരേ ശ്മശാനേച്ച. ഈ രാജദ്വാരേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോടതിയിലോ നിയമപരമായോ ഭരണപരമായോ ഉള്ള പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ എന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഭരണകൂടം തന്നെ നമുക്കെതിരായി നിൽക്കുമ്പോൾ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, യാതൊരു ഭയവുമില്ലാതെ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന വ്യക്തി. വലിയൊരു കാര്യമാണത്. ഒടുവിൽ ശ്മശാനേച്ച, മരണം വരെ കൂടെ നിൽക്കുന്നവൻ. ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഒപ്പം നിൽക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ ബന്ധു അല്ലെങ്കിൽ യഥാർത്ഥ സുഹൃത്ത്. ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഈ പ്രതിസന്ധികളിലെ അതിജീവനത്തിന് ഇത്തരമൊരു സൗഹൃദം കൂടിയേ തീരൂ. തീർച്ചയായും. ഇവിടെ നമ്മൾ പ്രതിസന്ധികളെ അതിജീവിക്കുക എന്നതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. മാനസികമായ അതിജീവനത്തിന് നല്ല സുഹൃത്തുക്കൾ വേണം, വാക്ക് പാലിക്കാനുള്ള അച്ചടക്കം വേണം. എന്നാൽ ഈ കർക്കടക മാസത്തിൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ
അത് വെറുമൊരു മാനസികമായ ആശ്വാസത്തിനു വേണ്ടി മാത്രമല്ലല്ലോ. അതെയല്ല, ശാരീരികമായ തലങ്ങളും അതിനുണ്ട്. അതെ, സുഹൃത്തിനോടുള്ള വാക്കു പാലിക്കുന്നതിലെ ഈ മാനസിക അച്ചടക്കത്തിൽ നിന്ന് നമ്മൾ ശരീരത്തിന്റെ അച്ചടക്കത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാരണം കർക്കിടകം എന്ന് പറയുന്നത് പ്രകൃതിയിലെ തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ്. മഴക്കാലം. അതെ, അവിടെയാണ് ഈ വിഷയങ്ങളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആപദ്ധർമ്മം ശരീരത്തിന്റെ കാര്യത്തിലും ബാധകമാണ്. അത് വളരെ ശരിയാണ്. രാമായണ പാരായണം നമ്മുടെ മനസ്സിനെ പ്രതിസന്ധികൾ നേരിടാൻ സജ്ജമാക്കുമ്പോൾ, കർക്കിടകചര്യകൾ നമ്മുടെ ശരീരത്തെ ഈ മഴക്കാലമെന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ സജ്ജമാക്കുന്നു. അതായത് ഇതൊരു സമ്പൂർണ്ണ ഹോളിസ്റ്റിക് ഡിറ്റോക്സ് പ്രക്രിയയാണ്. ഈ മഴക്കാലത്ത് പുറത്ത് തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ പതുക്കെയാവും. സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കും. രോഗപ്രതിരോധശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമാണിത്. അപ്പോ ഈ സമയത്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ പൂർവികൾ കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആയുർവേദം പറയുന്നത് മഴക്കാലം അഥവാ ഈ വർഷഋതു നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. വാദമെന്നാൽ ചലനമല്ലേ? അതെ, വാദമെന്നാൽ ചലനമാണ്. അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുമ്പോൾ ശരീരത്തിന്റെ ഊഷ്മാവ് കുറയുകയും അത് ദഹനപ്രക്രിയ അഥവാ അഗ്നിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദഹനം കുറയുന്നത്. അതെ, ദഹനം മന്ദഗതിയിലാകുമ്പോൾ ശരീരത്തിലെ ഊർജത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇതാണ് ഈ വാതദോഷം വർദ്ധിക്കുക എന്ന് പറയുന്നത്. അതിനാൽ ഈ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും എന്നാൽ ശരീരത്തിന് ചൂടും ഊർജവും നൽകുന്നതുമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ഓർക്കുന്നത്. കർക്കിടക മാസത്തിലെ കൂടുതൽ പാചക വീഡിയോകൾക്കായി ഇൻസ്റ്റഗ്രാമിൽ ജെ കുക്കിംഗ് വ്ളോഗ്സ് സന്ദർശിക്കുക. നല്ലൊരു പേജാണത്. അതെ, അതിലവർ വളരെ വിശദമായി കാണിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കർക്കിടക സ്പെഷ്യൽ വിഭവമായ ചേന മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നതാണ്. എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. എന്താണ് സംശയം? ഈ മഴക്കാലത്ത് നമ്മുടെ ദഹനം വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ എന്തിനാണ് ചേന പോലെ ഇത്രയും കട്ടിയുള്ള, ദഹിക്കാൻ പാടുള്ള ഒരു കിഴങ്ങുവർഗം നമ്മൾ കഴിക്കുന്നത്? അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കില്ലേ? വളരെ യുക്തിസഹജമായൊരു ചോദ്യമാണിത്. ഒറ്റ നോട്ടത്തിൽ ചേന ഒരു കട്ടിയുള്ള കിഴങ്ങാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ ശാസ്ത്രം വേറെയാണ്. അതെന്താ അങ്ങനെ? ഈ ചേന അഥവാ എലിഫന്റ് ഫുട്ട് യാം വെറുമൊരു കിഴങ്ങല്ല. അതൊരു വളരെ മികച്ച കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. മാത്രമല്ല, അതിൽ അതിഭീമമായ അളവിൽ ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ഉള്ളതുകൊണ്ട് ഗുണമുണ്ട്. അതെ, മഴക്കാലത്ത് നമ്മുടെ കുടലിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുമ്പോൾ ഈ ഫൈബർ ഒരു പ്രീബയോട്ടിക്കായി പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ആഹാരമായി മാറി മന്ദഗതിയിലായ ദഹനപ്രക്രിയയെ നിർബന്ധിച്ച് ഉത്തേജിപ്പിക്കുകയാണ് ചേന ചെയ്യുന്നത്. അതൊരു മരുന്നുപോലെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദഹനം കുറവുള്ള സമയത്ത് കുടലിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നൽകുന്ന ഒരു ഇന്ധനമാണ് ചേന. അത്ഭുതം തന്നെ. അതെ, നമ്മുടെ പൂർവികരുടെ അറിവ് അത്രത്തോളം കൃത്യമായിരുന്നു. ഇനി ആ വീഡിയോയിൽ കണ്ട ചേരുവകൾ കൂടി ഞാൻ പറയാം. ആദ്യം ചേന ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് നന്നായി കഴുകി വേവിക്കുന്നു. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കരിവേപ്പിലയും ചതച്ചുവെച്ച വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് വഴറ്റുന്നു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വേവിച്ചുവെച്ച ചേനയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കും. കേൾക്കുമ്പോൾ തന്നെ ഒരു സ്വാദു തോന്നുന്നുണ്ട്. അതെ, വെള്ളം വറ്റി അല്പം മുരിഞ്ഞു വരുന്നതുവരെ വേവിച്ചെടുക്കും. ഇതിൽ ചേർക്കുന്ന ഈ മഞ്ഞളും കുരുമുളകുമൊക്കെ വെറും സ്വാദിനു വേണ്ടി മാത്രമല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും അല്ല. ഈ വിഭവം ശരിക്കും ഒരു ഫാർമസി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. നോക്കൂ, മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ മഞ്ഞൾ അങ്ങനെ തന്നെ ശരീരത്തിൽ പിടിക്കില്ലല്ലോ. ഇല്ല, വെറുതെ മഞ്ഞൾ കഴിച്ചാൽ അത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടില്ല. അവിടെയാണ് കുരുമുളകിന്റെ റോള്. കുരുമുളകിലെ പൈപ്പറിൻ എന്ന ഘടകം മഞ്ഞളിനെ ശരീരത്തിലേക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. രണ്ടും കൂടി ചേരുമ്പോഴാണ് ഗുണം ഇരട്ടിയാകുന്നത്. അതെ. ഇനി വെളുത്തുള്ളിയാണെങ്കിലോ അതൊരു സ്വാഭാവിക ആന്റിബയോട്ടിക്കാണ്. മഴക്കാലത്തുണ്ടാകുന്ന കോൾഡ്, പനി തുടങ്ങിയ ഇൻഫെക്ഷനുകളെ തടയാൻ വെളുത്തുള്ളി സഹായിക്കുന്നു. അതിൽ നമ്മൾ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ടല്ലോ. അതെ, വെളിച്ചെണ്ണയിലെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സാധാരണ പച്ചക്കറി വിഭവമല്ല,
മഴക്കാലത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട കൃത്യമായ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒരു വലിയ ചിത്രം നമുക്ക് കാണാൻ കഴിയും. എല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും. അതാണല്ലോ ഇതിന്റെ ഒരു സൗന്ദര്യം. അതെ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ രാമനും സുഗ്രീവനും സഹാനുഭൂതിയോടെ ഒന്നിച്ചതുപോലെ പ്രതിസന്ധിയായ ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ നമ്മുടെ ശരീരവും പ്രകൃതിയിലെ ഔഷധങ്ങളുമായി ഒന്നിക്കുന്നു. വളരെ ശരിയായ നിരീക്ഷണം. സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കാനുള്ള ആ വലിയ അച്ചടക്കമാണ് ബാലിവധത്തിലേക്ക് നയിച്ചതെങ്കിൽ, ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഭക്ഷണരീതികളിലെ അച്ചടക്കമാണ് കർക്കിടകചര്യകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടും ലക്ഷ്യം വെക്കുന്നത് നീതിയെയും നിലനിൽപ്പിനെയുമാണ്. കൃത്യമായി പറഞ്ഞു. രാമായണം നമ്മോട് പറയുന്നത് വെറുമൊരു പഴയ രാജാവിന്റെ കഥയല്ല, മറിച്ച് ഇത്തരം അതിജീവനത്തിന്റെ ശാസ്ത്രമാണ്. മാനസികമായ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണമെന്നും ശാരീരികമായ പ്രതിസന്ധികളെ പ്രകൃതിയോടിണങ്ങി എങ്ങനെ നേരിടണമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അതെ. ക്രിയേറ്റഡ് ബൈ ആയുട്രി, കമ്പൈൽഡ് ആൻഡ് പ്രസന്റഡ് ബൈ സതീഷ് കുമാർ എസ്. നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ കേവലം ബാഹ്യമായ കഥകൾക്കപ്പുറം അതിലെ ആഴത്തിലുള്ള ഈ അർത്ഥങ്ങളെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ. ഈ ആഴത്തിലുള്ള അറിവുകൾ കേൾക്കുന്ന നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ബാലിവധത്തെക്കുറിച്ച് ഇന്ന് ഒരുപാട് സംസാരിച്ചു. ബാലി എന്നത് രാമായണത്തിലെ വെറുമൊരു കഥാപാത്രം മാത്രമായിരിക്കില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന സ്വാർത്ഥതയും അഹങ്കാരവും നിറഞ്ഞ നമ്മുടെ തന്നെ ഉള്ളിലെ ഒരു അവസ്ഥയാകാം അത്. വളരെ വലിയൊരു ചിന്തയാണത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ ബാലി എന്താണ്? മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏത് ദുശ്ശീലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് കുറവിനെ മറികടക്കാനാണ് ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ സഹായം നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്? ആ യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വലിയ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഓം ശ്രീ സീതാരാമചന്ദ്രാർപ്പണമസ്തു. ഓം ശാന്തി ശാന്തി ശാന്തി.